ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ച രണ്ട് സ്റ്റോക്കുകളാണ് വരുൺ ബിവറേജ് ലിമിറ്റഡും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡും. വരുൺ ബിവറേജ് ഇന്ന് 6.4% ഇടിഞ്ഞ് 1576 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ ആയ 1700 രൂപയിൽ നിന്നാണ് സ്റ്റോക്ക് ഇന്ന് 6.4% ഇടിഞ്ഞ് 1576 അടുത്ത് ക്ലോസിംഗ് നൽകിയത്. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 94.67, ഡിവിഡൻഡ് yield 0.17%. വരുൺ ബിവറേജിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 25.5% വർദ്ധിച്ച് 1005 കോടിയിൽ നിന്നും 1261 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 28.3% വർദ്ധിച്ച് 5611 കോടിയിൽ നിന്നും 7196 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ക്വാർട്ടർലി റിസൾട്ട് മിസ് ചെയ്തു. വരുൺ ബിവറേജിൽ നിന്നും 1276 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് വരുൺ ബിവറേജ് ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് 1005 കോടിയിൽ നിന്നും 26% വർദ്ധിച്ച് 1262 കോടിയായാണ് രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ റവന്യൂ 24% വർദ്ധിച്ച് 5811 കോടിയിൽ നിന്നും 7197 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിലും 7344 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റും ഇൻ ടേംസ് ഓഫ് റവന്യൂവും കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. കൂടാതെ എബിറ്റ മാർജിൻ 29.9% നിന്നും 27.7% ഇടിഞ്ഞു. എന്നാൽ എബിറ്റ 16% വർദ്ധിച്ച് 1711 കോടിയിൽ നിന്നും 1991 കോടിയായി ഉയരുകയും ചെയ്തു. വരുൺ ബിവറേജ് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹1.25 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചു. ₹5 ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ സ്റ്റോക്കുകളും ₹2 ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്കുകളായി സ്പ്ലിറ്റ് ആവുകയാണ്. ഇവിടെ സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. കോർപ്പറേറ്റ് ആക്ഷൻ്റെ പശ്ചാത്തലത്തിലും ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലും 21 അനലിസ്റ്റുകളിൽ 17 അനലിസ്റ്റുകളും വരുൺ ബിവറേജ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 4 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വരുൺ ബിവറേജ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഹൈ ഡിമാൻഡുള്ള ഒരു മാസീവ് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള മാർക്കറ്റായി മാറിക്കഴിഞ്ഞു. കൺസ്യൂമിംഗ് ക്ലാസിൻ്റെ വളർച്ചയും യങ് പോപ്പുലേഷൻ കൺസ്യൂമിംഗ് ക്ലാസ്സിലേക്ക് വരുന്നതും വരുൺ ബിവറേജ് ലിമിറ്റഡിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുക. ഇതോടൊപ്പം തന്നെ വരുൺ ബിവറേജ് ലിമിറ്റഡ് പെപ്സിക്കോയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എക്സ്പാൻഡ് ചെയ്യുകയും വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി എക്സ്ക്ലൂസീവ് സ്നാക്സ് ഫ്രാഞ്ചൈസിംഗ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ സ്നാക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഈ ന്യൂസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. 1700 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ആയിരുന്നു. റെസിസ്റ്റൻസിൽ നിന്നും സ്റ്റോക്ക് 1576 എന്ന സപ്പോർട്ട് പ്രൈസിന് അടുത്തെത്തിയിട്ടുണ്ട്. 1500 സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച റേഞ്ച്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ഇന്ന് സ്റ്റോക്ക് 1.10% ഇടിഞ്ഞ് 317 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 58.31, 52 വീക്ക് ഹൈ 340, 52 വീക്കിലോ 123. ബെൽ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 46.17% വർദ്ധിച്ച് 776 കോടിയും റവന്യൂ 19.6% വർദ്ധിച്ച് 4199 കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന സ്റ്റോക്ക് ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റോക്ക് 38% വരെ ഇടിയാൻ സാധ്യതയുണ്ടെന്ന് ചില ബ്രോക്കേജ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ഇന്ന് 1% ഇടിവ് വന്നത്. അതേസമയം മറ്റു ചില ബ്രോക്കേജ് ഏജൻസികൾ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് അല്ലെങ്കിൽ ബെൽ എന്ന സ്റ്റോക്കിൽ വളരെയധികം ബുള്ളിഷാണ്. JM ഫിനാൻഷ്യൽ പറയുന്നത് 50,000 കോടി രൂപയുടെ ഓർഡർ പൈപ്പ്ലൈനുള്ള കമ്പനിയാണ് ബെൽ എന്ന കമ്പനി. അതുകൊണ്ട് സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യുമെന്നാണ്. കൂടാതെ മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ മോത്തിലാൽ ഒസ്വാൾ ബെല്ലിന് ബൈ എന്ന റേറ്റിംഗും 360 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന മറ്റൊരു പോസിറ്റീവ് അപ്ഡേറ്റ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിൻ്റെ 2 ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആൻഡ് മാനുഫാക്ചർഡ് പ്രൊഡക്റ്റുകളെ പ്രൊക്യൂർമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രഭുദാസ് ലീലാധർ എന്ന ബ്രോക്കേജ് ഏജൻസിയും സ്റ്റോക്കിന് അക്യുമുലേറ്റ് എന്ന റേറ്റിംഗും 341 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മറ്റു ചില ബ്രോക്കേജ് ഏജൻസിയായ നവോമയുടെ റിസർച്ച് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നവോമ 2023-2025 ഫിനാൻഷ്യൽ ഇയറിൽ 23 മുതൽ 25% റവന്യൂ 25% ഓപ്പറേറ്റിംഗ് മാർജിൻ വർധനവുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഹോൾഡ് എന്ന റേറ്റിംഗും 304 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്.
ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ബെൽ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റുമാണ് നൽകിയതെങ്കിൽ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറയുന്നത് സ്റ്റോക്ക് ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്നു എന്നതാണ്. ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് 200 രൂപയുടെ ഫെയർ വാല്യൂ ആണ് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ബെൽ എന്ന സ്റ്റോക്കിന് കൽപ്പിച്ചിരിക്കുന്നത്. 200 രൂപയുടെ ടാർഗറ്റ് സ്റ്റോക്കിന് നൽകിയിട്ടുണ്ട്. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് 370 രൂപയുടെ ടാർഗറ്റ് നൽകി. UBS എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ന്യൂട്രൽ എന്ന റേറ്റിംഗും 340 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഉയർന്ന ഓർഡർ ബുക്ക് തന്നെയാണ് ബെൽ എന്ന സ്റ്റോക്കിന് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ പ്രധാന കാരണം. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 330 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. അവിടെ നിന്നും സ്റ്റോക്ക് 320 ട്രേഡ് ചെയ്യുന്നു. 300 സ്റ്റോക്കിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്